കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി എണ്ണ കറുപ്പിയെ. കാട്ടൂറമ്പൻ എങ്ങനെയുണ്ട്? ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നുമില്ലല്ലോ? ഒരു സെക്കൻഡ് ഞാൻ നോക്കാം. നാക്കിട്ട് ഓ ഇതായിരുന്നല്ലേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ ആയിരുന്നു കുഴപ്പം. ഇവിടുന്ന് ഒരു കിളി പറന്നു പോയത് പറഞ്ഞത്. എപ്പോഴും ഫോണിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. കണ്ണു തെറ്റിക്കഴിഞ്ഞ അവളുടെ ഒരു ശൈലി കഷ്ടം. ഓ ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴെ. ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയാണ്? വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല തരാൻ. നിനക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, പോയി വല്ല ജോലി എടുത്ത് ജീവിക്കാന്ന്. എന്നൊന്ന് ചേച്ചിയെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, എന്നിട്ട് ചേച്ചി സിനിമയിൽ അഭിനയിച്ച ഇപ്പോഴേ ഈ വീട്ടിൽ തന്നെ കിടക്കണത്. ഇതാണ് ചേച്ചി വിധി എന്ന് പറയണത്. എടി നിന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടോ കൊടുക്കാൻ? റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്? ഗോപാലപിള്ള പഴയ പേരായതുകൊണ്ട് എനിക്ക് നാണായി അത് പറയാൻ. അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ ഇത് ഞാൻ ദാസപ്പൻകുട്ടി. ഓ നീയാണോ? ചേട്ടൻ അറിഞ്ഞോ? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക, അല്ലെങ്കിൽ ഇതിന് അവൻ എല്ലായിടത്തും പറഞ്ഞു അവനെന്താ ഭ്രാന്ത. Check it out, yo. I break it down. Yeah. I check it out, yo. I bring the beat back. പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ.
മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും വച്ചുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? ആ, എല്ലാവരും തിരിച്ചു മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളിക്കുത്ത്, പിന്നെ കടലില് വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ആ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക. ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ, പക്ഷേ പെങ്ങളത്ര പോരാട്ടോ റോസിയെ. ഓ, ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടിച്ച് ഓർമ്മ പിന്നെയും വരിക. മതിയടാ, ഇറങ്ങി, എനിക്ക് ക്ലാസ് ഉണ്ട്. എടാ മതിയടാ, ഒന്ന് ഇറങ്ങോ, തുറക്കടാ. മതി, നീ തുറക്കുന്നുണ്ടോ? ഞാൻ ചവിട്ടി പിടിക്കണോ? എടാ തിണ്ടി, ഒന്ന് തുറക്കടാ.